ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 125-ാമത്തെ ചോദ്യമാണ്. അതായത് ആ പേജ് നമ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, പേജ് നിങ്ങൾ മറന്നു പോകരുത്. 133-ാമത്തെ ചോദ്യത്തിൽ സ്പേമിസൈഡ്സ് അല്ലെങ്കിൽ പുംബീജനാശിനികൾ എന്നുള്ള ആ ഒരു ഇതിന് ശേഷം നമ്മൾ കാണുന്നതാണ് ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ് അല്ലെങ്കിൽ ഗർഭാശയ ഉപകരണങ്ങൾ. അതായത് ഗർഭാശയത്തിനകത്ത് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, വാട്ട് ഈസ് ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ്? ഓക്കെ, ആൻ ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ് IUD എന്നാണ് അതിന് ഷോർട്ട് ഫോം ആയിട്ട് പറയുന്നത്. ഈസ് എ സ്മോൾ, അത് വളരെ ചെറുതാണ്, T ഷേപ്ഡ് ഡിവൈസ്, അത് ഒരു T ഷേപ്ഡ് ഡിവൈസാണ്. ദാറ്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു വുമൺസ് യൂട്രസ്. അതെന്താണ് ചെയ്യുന്നത്? ഈ T പോലെയുള്ള ആ ഡിവൈസ് സ്ത്രീയുടെ ഗർഭപാത്രത്തിനകത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ടു പ്രിവെൻറ്റ് പ്രഗ്നൻസി. എന്തിനാണ്? പ്രഗ്നൻസിയെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടി. ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി വൺ ഓഫ് ദ മോസ്റ്റ് എഫക്റ്റീവ് ഫോം ഓഫ് ബർത്ത് കൺട്രോൾ. അതായത് ഏറ്റവും അനുയോജ്യവും ഉത്തമവുമായിട്ടുള്ള ജനന നിയന്ത്രണ ഉപകരണമായിട്ടാണ് ഇതിനെ കണക്കാക്കിയിരിക്കുന്നത്. വർക്കിംഗ് ബൈ പ്രിവെൻറ്റിംഗ് സ്പേം ഫ്രം ഫെർട്ടിലൈസിങ് ആൻ എഗ്. അവിടെ എന്താണ് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നു. എങ്ങനെയാണ്? പ്രിവെൻറ്റിംഗ് ദ സ്പേമിനെ അത് തടസ്സപ്പെടുത്തുന്നുണ്ട് ഒരു എഗ്ഗുമായിട്ട് ഫെർട്ടിലൈസ്ഡ് ചെയ്യുവാനായിട്ട്. ഓർ ബൈ ഹിൻഡറിങ് ഇംപ്ലാന്റേഷൻ ഓഫ് ദ ഫെർട്ടിലൈസ്ഡ് എഗ്ഗ്. അതുപോലെ തന്നെ ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് എന്താണ് അവിടെ എൻഡോമെട്രിയത്തിൽ ഇംപ്ലാന്റ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ പറ്റിച്ചേരുന്നതിനെയും തടസ്സപ്പെടുന്നു. ഇൻ ദ യൂട്രൈൻ ലൈനിങ്ങിൽ ചേരുന്നതിന്. ഇതിന് തന്നെ നമ്മൾ എന്ത് പറയുന്നു? ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്. ചിലപ്പോൾ പറയും കോപ്പർ T എന്നുള്ള ഒരു പേരിലും സാധാരണ അറിയപ്പെടാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് എന്ന് പറയുന്നത് ഗർഭാശയത്തിനകത്ത് വയ്ക്കുന്ന ഉപകരണമാണ്. അതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി 126-ാമത്തെ വാട്ട് ഈസ് ട്യൂബക്ടോമി എന്നാണ് പറയുന്നത്. എന്താണ് ട്യൂബക്ടമി എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഓക്കെ, ഇനി നമുക്ക് അതിനെന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് പോകാം. ട്യൂബക്ടമി ഓൾസോ നോൺ ആസ് ദ ട്യൂബൽ സ്റ്റെറിലൈസേഷൻ. ട്യൂബക്ടമിക്ക് പറയുന്ന മറ്റൊരു പേരാണ് ട്യൂബൽ സ്റ്റെറിലൈസേഷൻ എന്നുള്ള പേര് പറയുന്നത്. ഈസ് എ പെർമനൻറ്റ് മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ഇൻ വുമൺ. ഇത് എന്താണ്? പെർമനൻറ്റ്, അതായത് എന്നേക്കും ഒരു സ്ത്രീയെ വന്ധ്യംകരിക്കുന്ന പ്രക്രിയയാണ് ട്യൂബക്ടമി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സർജിക്കൽ പ്രൊസീജിയർ. ഇതൊരു ഓപ്പറേഷനിലൂടെ നടത്തുന്ന പ്രൊസീജിയറാണ്. ദാറ്റ് ബ്ലോക്സ് ദ ഫെലോപ്പിയൻ ട്യൂബ്സ്. അതെന്താണ് ചെയ്യുന്നത്? ഫെലോപ്പിയൻ ട്യൂബിനെ തടസ്സപ്പെടുത്തുന്നു. ദെയർ ബൈ പ്രിവെൻറ്റിംഗ് ദ എഗ് റിലീസ്ഡ് ബൈ ദ ഓവറി ഫ്രം റീച്ചിങ് ദ യൂട്രസ്. അതെന്ത് ചെയ്യുന്നു? ആ എഗ്, ഓവറി റിലീസ് ചെയ്യുന്ന എഗ്ഗിനെ യൂട്രസിലേക്ക് പോകുന്നതിനുള്ള മാർഗത്തിന് തടസ്സപ്പെടുത്തുന്നു. ഓക്കെ, ഇതാണ് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഗർഭനിരോധന മാർഗമാണ് ഇത്. നിങ്ങൾ ആ ട്യൂബോക്ടമിയുടെ ചിത്രം നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഒന്നുകിൽ അത് എന്താണ് ചെയ്യുന്നത്? ആ ട്യൂബിനെ, അണ്ടവാഹിയെ എന്ത് ചെയ്യുന്നു? മുറിക്കുകയോ അല്ലെങ്കിൽ കെട്ടിവെക്കുകയോ ചെയ്യുന്നു. അങ്ങനെ അണ്ടത്തിൻ്റെ ആ സഞ്ചാരപാതയെ അതെന്ത് ചെയ്യുന്നു? തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത ഗർഭനിരോധന മാർഗത്തെക്കുറിച്ചാണ്. അത് കോണ്ടം എന്നുള്ളതിനെക്കുറിച്ചാണ്. കോണ്ടത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ഗർഭനിരോധന ഉറകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? കോണ്ടത്തിൻ്റെ പ്രവർത്തനം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. കോണ്ടം ഈസ് എ ബരിയർ മെത്തേഡ് ഓഫ് ബർത്ത് കൺട്രോൾ. കോണ്ടത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ബരിയർ മെത്തേഡ് ഓഫ് ബർത്ത് കൺട്രോൾ. അത് തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കോൺട്രാസെപ്ഷൻ കോണ്ടംസ് പ്രിവെൻറ്റ് പ്രഗ്നൻസി ബൈ പ്രിവെൻറ്റിംഗ് സ്പേം ഫ്രം എൻറ്ററിങ് ദ വജീന ആൻഡ് ഫെർട്ടിലൈസിങ് ദ എഗ്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? കോണ്ടം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ സ്പേമിനെ അല്ലെങ്കിൽ പുരുഷ ബീജത്തെ വജീനയിൽ അല്ലെങ്കിൽ യോനി നാളിക്കകത്ത് പ്രവേശിച്ച് എഗ്ഗുമായിട്ട് ചേർന്ന് ഫെർട്ടിലൈസേഷൻ നടത്തുന്നതിനെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എ കോണ്ടം ഈസ് എ തിൻ ലൂസ് ഫിറ്റിംഗ് പൗച്ച്. അതായത് കോണ്ടം എന്താണ്? വളരെ കട്ടി കൂടിയതും ലൂസ് ഫിറ്റിംഗ് ആണ്, ലൂസായിട്ട് ഫിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. ദാറ്റ് പ്രൊട്ടക്റ്റ് അഗൈൻസ്റ്റ് സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. ഓക്കെ, അത് ഒരു സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിനെ തടയുകയും ചെയ്യുന്നു. കോണ്ടം എന്ന് പറയുന്നത് പുരുഷൻ്റെ പെന്നീസിനകത്തേക്ക് കയറ്റി വയ്ക്കുന്ന ഒരു പൗച്ച് പോലെയുള്ള സാധനമാണ്. അങ്ങനെ കയറ്റി വയ്ക്കുമ്പോൾ അതിൻ്റെ എൻഡ് ഭാഗം നമ്മളെപ്പോഴും മനസ്സിലാക്കുക, ഒരു അല്പം എന്താണ് ചെയ്യേണ്ടത്? ഉപയോഗിക്കുന്ന സമയത്ത് നീണ്ടു തന്നെ ഇരിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ സ്പേം പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ആ സ്പേം അതിനകത്ത് കളക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അത് കാരണം കൊണ്ട് ടൈറ്റാക്കി ഈ സാധനം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കരുത്. എനിക്ക് തോന്നുന്നു കോണ്ടം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് വാസ്കോട്ടമി അല്ലെങ്കിൽ വാസ്കോട്ടമി എന്ന് വെച്ചാൽ എന്താണ്? വാസ്കോട്ടമി ഈസ് എ സർജിക്കൽ പ്രൊസീജിയർ. വാസ്കോട്ടമി എന്ന് പറയുന്നത് എന്താണ്? ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ,
വാസ്കോട്ടമി സർജിക്കൽ പ്രൊസീജിയർ ഇൻ മെൻ അത് പുരുഷന്മാരിൽ നടത്തുന്ന ഒരു പ്രക്രിയയാണ്. ഓക്കെ, വാസ്കോട്ടമി പെർമനൻ്റ്ലി പ്രിവെൻറ്റ്സ് പ്രഗ്നൻസി ബൈ കട്ടിങ് ആൻഡ് സീലിംഗ് ദ വാസ് ഡിഫറൻസ്. അതായത് വാസ്കോട്ടമിയിൽ എന്താണ് ചെയ്യുന്നത്, അത് എന്നേക്കുമായിട്ട് ഗർഭധാരണത്തെ തടസ്സപ്പെടുത്തുന്നു. എങ്ങനെയാണ്? അണ്ടവാഹിയെ മുറിക്കുകയോ കെട്ടിവെക്കുകയോ ചെയ്ത് ഈ സ്പേമിൻ്റെ സഞ്ചാരപാതയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രഗ്നൻസിയെ തടസ്സപ്പെടുത്തുന്നു. ദ ട്യൂബ്സ് ദാറ്റ് ക്യാരി സ്പേം ഫ്രം ടെസ്റ്റിക്കിൾ ടു യൂറിത്ര, അതായത് അതായത് യൂറിത്രയിലേക്ക് ഈ ടെസ്റ്റിക്കിളിൽ നിന്ന് സ്പേം വരുന്ന ആ സഞ്ചാരപാതയെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വാസ്കോട്ടമിയിലൂടെ തടസ്സപ്പെടുത്തുന്നു. അത് മുറിച്ചു മാറ്റുക അല്ലെങ്കിൽ മുറിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ കെട്ടിവെക്കുകയോ ചെയ്താണ് അത് ഈ വാസ്കോട്ടമി നടത്തുന്നത്. അത് പുരുഷന്മാരിൽ നടത്തുന്നതാണ്. അത് പുരുഷന്മാരിൽ പെർമനൻ്റായിട്ട് ചെയ്യുന്ന ഗർഭനിരോധന മാർഗമാണ്. ഇനി 128, വാട്ട് ഈസ് വാസ് ഡിഫറൻസ്? എന്താണ് വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത്? ദ വാട്ട് ഡിഫറൻസ് ഈസ് ഓൾസോ കോൾഡ് ദ ഡക്ട് ഡിഫറൻസ്. അതിന് ഡക്ട് ഡിഫറൻസ് എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ ഒരു സ്പേം ഡക്ട് അല്ലെങ്കിൽ സ്പേം ഡക്ട് എന്നും പറയാറുണ്ട്. ദിസ് പെയർഡ് ട്യൂബ്, അത് ഒരു ട്യൂബാണ്. അപ്പം നമ്മളത് മനസ്സിലാക്കുക, അതൊരു ട്യൂബാണ് വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഫങ്ഷൻസ് ടു മൂവ് സ്പേം അവേ ഫ്രം ഇറ്റ്സ് സ്റ്റോറേജ് പ്ലേസ്, അതായത് ഈ സ്പേം അതിനെ സ്റ്റോർ ചെയ്തിരിക്കുന്ന പ്ലേസിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇൻ ദ ടെസ്റ്റിക്കിൾ, അതായത് എവിടെയാണ് ഈ സ്പേം സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ടെസ്റ്റിക്കിളിലാണ് അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ടു യൂറേത്രയിലേക്ക് കൊണ്ടുവന്നു. വേർ ഇറ്റ് ലീവ്സ് ദ ബോഡി ഡ്യൂറിങ് എജാക്കുലേഷൻ്റെ സമയത്ത് അത് ശരീരം വിട്ട് പുറത്തേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇനി വാട്ട് ഈസ് ടെസ്റ്റിക്കിൾ? ഒരു പുതിയ വേർഡ് നിങ്ങൾ പഠിച്ചു. അപ്പോൾ എന്താണ് ടെസ്റ്റിക്കിൾ എന്നുള്ളതാണ്. ടെസ്റ്റിക്കിൾസ് ആർ എയ്തർ ഓഫ് 2 റൗണ്ട് മെയിൽ സെക്സ് ഓർഗൻസ്. അതായത് ടെസ്റ്റിക്കിൾസ് എന്ന് പറയുന്നത് 2 ഉരുണ്ട തരത്തിലുള്ള പുരുഷൻ്റെ ലൈംഗിക അവയവമാണ്. ദേ പ്രൊഡ്യൂസ് സ്പേം. അത് എന്താണ് ചെയ്യുന്നത്? സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആർ കണ്ടെയ്ൻഡ് ഇൻ ദ സ്ക്രോറ്റും, അതായത് എന്താണ് ചെയ്യുന്നത്? ഒരു ബാഗ് പോലെ, ഒരു സ്കിൻ ബാഗ് പോലെ ഉള്ളിടത്ത് കിടക്കുകയാണ്. അതായത് പെന്നീസിൻ്റെ അടിയിൽ ഒരു ബാഗ് പോലെ കിടക്കുകയും അവിടെ 2 എണ്ണമായിട്ട് കിടക്കുകയും ചെയ്യുന്നതാണ് ഈ പറയുന്ന ടെസ്റ്റിക്കിൾ എന്ന് പറയുന്നത്. അത് പുരുഷനിൽ പുംബീജത്തെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ്. സ്ത്രീകളിൽ അണ്ടത്തെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്തിന് നമ്മൾ പറയുന്ന പേരെന്താണ്? പ്രീവിയസ് ഫീൽഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കുക. ഇനി നമ്മൾ പഠിച്ച ഒരു പേരാണ് യൂറേത്ര. എന്താണ് യൂറേത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂറേത്ര ഈസ് ദ ട്യൂബ് ദാറ്റ് ലെറ്റ്സ് യൂറിൻ ലീവ് അവർ ബോഡി ബ്ലാഡർ ആൻഡ് അവർ ബോഡി. യൂറേത്ര എന്താണ് ചെയ്യുന്നത്? നമ്മളുടെ ബോഡിയിൽ നിന്ന് യൂറിൻ പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്യൂബാണ്. ഓക്കെ, അതേ ട്യൂബിൽ കൂടി തന്നെയാണ് സ്പേമും പുറത്തേക്ക് വരുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് പെന്നീസ്? പെന്നീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ പീനിസ് എന്ന് വെച്ചാൽ എന്താണ്? പീനിസ് ഈസ് എ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ യൂറിനേഷൻ ആൻഡ് സെക്സ്വൽ ഇൻ്റർകോഴ്സ്. അതായത് പീനിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പുരുഷന്മാരുടെ ലൈംഗിക അവയവമാണ്. ഇത് ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനും അതുപോലെ തന്നെ മൂത്രമൊഴിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിലേക്ക് വരികയാണ്. പേജ് നമ്പർ 133, അതായത് 133ാമത്തെ ചോദ്യം. അപ്പം അത് 131ാമത്തെ പേജും. അവിടെ നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്? നമ്മളോട് ഒരു ചോദ്യം രൂപത്തിലാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ടെമ്പററി കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാനിവിടെ ഒരു ചോദ്യ രൂപത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. വാട്ട് ആർ ടെമ്പററി കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്? എന്തെല്ലാമാണ് ടെമ്പററി ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെമ്പററി എന്ന് വെച്ചാൽ താൽക്കാലികമായിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, അതായത് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, അതായത് നാം കഴിക്കുന്ന ഗുളിക രീതിയിലുള്ള കോൺട്രാസെപ്റ്റീവ് പിൽസ് ടെമ്പററിയാണ്, താൽക്കാലികമായിട്ടുള്ളതാണ്. ഡയഫ്രം, അതായത് ഡയഫ്രം എന്താണ്? യോനി നാളത്തിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു കപ്പ് പോലെയുള്ള സാധനമാണ്, അത് ടെമ്പററിയാണ്. അതുപോലെ തന്നെ സ്പേമിസൈഡ്സ്, അതായത് സ്പേമിസൈഡ്സ് എന്ന് പറയുന്ന ജെല്ല് പോലെയോ അല്ലെങ്കിൽ പത പോലെയോ അല്ലെങ്കിൽ ദ്രവരൂപത്തിലോ ഉള്ളത് സെർവിക്സിലിൻ്റെ അവിടെ വെച്ച് സ്പേമുകളെ നശിപ്പിച്ച് കളയുന്ന സ്പേമിസൈഡുകൾ ഒരു ടെമ്പററി ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് പില്ലാണ്. അതുപോലെ തന്നെ ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ്, അതായത് യൂട്രസിനകത്ത് ഇടുന്ന ആ ഡിവൈസ് ഉണ്ടല്ലോ, നമ്മൾ ടി ഷേപ്പ്ഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കോപ്പർ ടി എന്ന് പറയുന്ന ആ സാധനവും ഒരു ടെമ്പററിയാണ്. എപ്പോഴാണോ ഗർഭധാരണം ആവശ്യമുള്ളത് അന്നേരം ആ സമയത്ത് നമുക്ക് ആ ഇൻട്രാ യൂട്രൈൻ ഡിവൈസസിനെ പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കും. കോണ്ടം എന്ന് പറയുന്നതും ഒരു ടെമ്പററിയാണ്, താൽക്കാലികമായിട്ടുള്ളതാണ്. എപ്പോഴാണോ നമുക്ക് ഗർഭധാരണം ആവശ്യമുള്ളത് അന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കോണ്ടം ഉപയോഗിക്കാതിരുന്നാൽ മതി. അടുത്തതായിട്ട് പെർമനൻറ്റ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, അതായത് എന്തൊക്കെയാണ് പെർമനൻ്റ് ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ട്യൂബെക്ടമി എന്നുള്ളതാണ്. അതായത് ട്യൂബെക്ടമി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബൈ കട്ടിങ് ഓർ ടൈയിങ് ദ ഓവിഡക്റ്റ്, അതായത് ഈ ഓവം അല്ലെങ്കിൽ എഗ്ഗ് വരുന്ന ആ ട്യൂബിനെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് പറ്റുന്നത്? പാസേജ് ഓഫ് ദ ഓവം ഈസ് ബ്ലോക്ക്ഡ്. ഓക്കെ, ബൈ വാസ്കോട്ടമി എന്ന് പറഞ്ഞാൽ എന്താണ്? കട്ടിങ് ഓർ ടൈയിങ് ദ വാസ് ഡിഫറൻസ് ഇൻ ദ പാസേജ് ഓഫ് ദ സ്പേം ഈസ് ബ്ലോക്ക്ഡ്. അതായത് ടെസ്റ്റിക്കിളിൽ നിന്നും എന്താണ് ചെയ്യുന്നത്? ഈ സ്പേം വരുന്ന ആ പാസേജിനെ കെട്ടിവെക്കുകയോ മുറിക്കുകയോ ചെയ്യുന്നതിൻ്റെ പരിണിത ഫലമായിട്ട് സ്പേം പുറത്തേക്ക് വരാതിരിക്കുന്നത്
ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഈ രണ്ടുമാണ് ട്യൂബക്ടമിയും വാസ്കോട്ടമിയുമാണ് എന്തെന്ന് പറയുന്നത് പെർമനൻ്റ് ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. ഇനി 134ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഇൻ വുമൺ? സ്ത്രീകളിൽ ഉപയോഗിക്കുന്ന കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഏതെല്ലാമാണ്? ഒന്നാമതായിട്ട് ഉപയോഗിക്കുന്നത് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ആണ് സ്ത്രീകളിൽ ഉപയോഗിക്കുന്നത്. രണ്ടാമതായിട്ട് ഡയഫ്രം ഉപയോഗിക്കുന്നു. മൂന്നാമതായിട്ട് സ്പേമിസൈഡ്സ്, അത് സ്ത്രീകളിൽ ഉപയോഗിക്കുന്നു. സ്പേമിസൈഡ് ഉപയോഗിക്കുമ്പോൾ നാം പറയുന്ന മറ്റൊരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് സാധനം കൂടി ഉപയോഗിക്കേണ്ടതുണ്ട്. എസ്പെഷ്യലി ഡയഫ്രത്തിൻ്റെ കൂടെയൊക്കെയാണത് ഉപയോഗിക്കേണ്ടതായിട്ടുള്ളത്. ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്, അതായത് യൂട്രൈനകത്ത് ഉപയോഗിക്കുന്നതും പിന്നെ കോണ്ടംസ് പ്രിവെൻറ്റ് ഡെപ്പോസിറ്റ് ഓഫ് സ്പേംസ് ഇൻ ദ വജീന, അതായത് കോണ്ടംസും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് 135ാമത്തെ ചോദ്യം ആയിട്ട് ഉപയോഗിക്കാം. വാട്ട് ആർ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഇൻ മെൻ? ഈ പുരുഷന്മാരിൽ ഉപയോഗിക്കുന്ന കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഏതെല്ലാമാണ്? ഒന്നാമതായിട്ട് ഉപയോഗിക്കുന്നത് കോണ്ടം തന്നെയാണ്. രണ്ടാമതായിട്ട് ഉപയോഗിക്കുന്നത് വാസ്കോട്ടമി എന്ന് പറയുന്നതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമാണ് പുരുഷന്മാരിൽ ഉപയോഗിക്കുന്ന കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഏത് ഗർഭനിരോധന മാർഗങ്ങൾ എന്നുള്ള ആ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു വീഡിയോയിലേക്ക് പോവുകയാണ്.